നീ എന്തിട്ട് തേങ്ങ ഈ കാട്ടണേ? നിങ്ങൾ അനങ്ങാണ്ടിരുന്നപ്പോ തട്ടി വിളിച്ചതാ. അതിന് ചൂട് ചട്ടകോണ മോത്ത് വെക്കണേ. ചൂടുള്ള കാര്യം വിട്ടുപോയി. നിങ്ങൾ എന്തെന്നാ ആലോചിച്ചോണ്ടിരിക്കണേ? നമ്മുടെ അയലോക്കത്തെ ഇല്ലാസില്ലേ, അവന്റെ നാളായില്ല. ആയില്ല നാളെ അയലോക്കം മുടിക്കുന്നാ. നിങ്ങൾ ഇതാണ് എത്ര നേരം ആലോചിച്ചോണ്ടിരുന്നേ? നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നിങ്ങളുടെ അമ്മയ്ക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ വെച്ചേക്കാം. അതിപ്പോ തളച്ചിണ്ടാവും. നീ അവിടെ ഇന്നേ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോ. എന്തുട്ടാ ഞാൻ തുറ്റ പറയണ്ടേ? ഏലിയാസിനെ നമുക്ക് വീട്ടിലേക്ക് വിളിക്കാം. എന്നിട്ട് നിന്നെ കേറി പിടിച്ചു എന്ന് പറഞ്ഞ് ഉറക്കനങ്ങോട്ട് കരയാ. അപ്പോ നാട്ടുകാർ ഓടിക്കൂടും. അപ്പൊ പിന്നെ ഏലിയാസിന് ഈ നാടും വീടും വിട്ടു പോകാതിരിക്കാൻ പറ്റില്ലല്ല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് വർക്കൗട്ട് ആവോ? നിങ്ങളുടെ അമ്മ കുളി കഴിഞ്ഞ് വരുമ്പോഴേ അമ്മോടെ ഏലിയാസ് കയറി പിടിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ പറ. എന്നെ ഇതിലേക്കൊന്നും വലിച്ചഴക്കണ്ടേട്ടാ. അമ്മ സമ്മതിക്കൂ അതിന്? നിങ്ങക്ക് എന്താ മനുഷ്യ, തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ടാ? നിനക്ക് എന്നിട്ട് തേങ്ങ അറിയാം? പെരപ്പുറത്ത് പ്രാവ് നിരിപ്പുണ്ട്. പ്രാവ് നിരുന്ന ദാരിദ്ര്യ. എന്റെ ദൈവമേ, എന്തൊക്കെ അനുഭവിക്കണം. വിശ്വാസാണെങ്കിൽ ശരി, ഇതൊരു നശിച്ച അന്ധവിശ്വാസം. ഭ്രാന്താണ്, മുഴുത്ത ഭ്രാന്ത്. അതെ, ഭ്രാന്താണ്. എന്തേ? ഞാൻ സഹിച്ചു. നിങ്ങളുടെ ഈ ഒരു ചീപ്പ് കേസിട്ടെടുക്കലല്ല എന്റെ പണി. എനിക്ക് പാർട്ടി ഓഫീസിൽ വേറെ പണിയുള്ളതാ. എന്റെ പെരയുടെ മുകളിൽ പ്രാവ് നിരുന്നപ്പോ ഞാൻ വെടിവെച്ചു. അതിനെന്താ കുറ്റം? നീ വെടിവെച്ചിട്ടതേ എന്റെ ട്രൗസറിലാ. നീ എന്താ പ്രാവർത്തിയാണ് തിന്നണേ? ഏലിയാസേട്ടാ, എന്നെ വെറുതെ കലിപ്പാക്കല്ലേട്ടാ. ഒന്ന് പോയേ. എന്റെ ഏലിയാസേട്ടാ, പെരയുടെ മുകളിൽ പ്രാവ് നിരുന്ന വീട്ടിൽ ദാരിദ്ര്യം വരും. അതുകൊണ്ടാ ഞാൻ വെടിവെച്ചേ. താനിത് കണ്ട? താൻ ഇതിലേക്കാണ് വെടിവെച്ച് കയറ്റിയത്. ഞാൻ ഇതിലേക്കല്ല വെടിവെച്ചത്. വെടിയുണ്ട് തെറ്റി വന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇയാൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല? എന്റെ ഭാഗ്യത്തിനാ ഇവൻ വെടിവെച്ച സമയത്ത് നിക്കർ അഴകി കിടക്കുമായിരുന്നു. ഞാനെങ്ങാനും ഇട്ടോണ്ട് നടക്കുന്ന ടൈമിലായിരുന്നെങ്കിലോ എന്റെ ഏലിയാസേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല, ഞാനൊരു വെടിയല്ലേ വെച്ചുള്ളൂ. നിന്റെ തോക്കിന് ലൈസൻസ് ഉണ്ടാ? ഉണ്ട്. താൻ കൂടുതൽ വർത്താനം പറയണ്ട. എന്റെ വായില നീങ്ങി കേക്കും. ഞാൻ പറഞ്ഞല്ലോ, വീട്ടില് ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പ്രാവിനെ വെടിവെച്ചേ. താൻ തന്റെ വീടിന് ഓടിച്ചു വിടുന്ന പ്രാവുണ്ടല്ലോ, അതെന്റെ വീടിന്റെ ടെറസുമല വീണിരിക്കുന്നത്. ഞാൻ അതിന് ഓടിച്ചു വിടാറില്ലല്ലോ. ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? വെറുതെ അല്ലട്ടാ ഇവൻ ഇത്ര ദാരിദ്ര്യം. നീ കൊറേ നാളായി നിങ്ങളുടെ കയ്യാങ്കളി കാണാനല്ലേ ഞാൻ ഇവിടെ വന്ന് നിൽക്കണേ. എന്തുട്ട് തേങ്ങ ഇയാൾ ഈ കാണിക്കണേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓഫീസിൽ ഭാരിച്ച ജോലി ഉണ്ടെന്ന്. ഷാജി, നീ പൊയ്ക്കേ. ഓ അനന്താ, വാ. എന്തിട്ട് അച്ഛ പറ? വായോ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. എടോ അനന്താ, താൻ അത്ര വലിയ കാര്യമാക്കണ്ട. ഞാനല്ല, ശവിയാണ്. ഒരു ജായി സാനോട്ടവൻ. അതൊന്നും സാരമില്ല, ഒക്കെ ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. താൻ വച്ചത് ഒരു വെടിയാ, പക്ഷെ അത് കൊണ്ടത് അവൻ്റെ നിക്കറില്ല. അവനിനി ആ നിക്കർ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 5000 രൂപ അവനും കൊടുക്കാം. എന്തുട്ട് തേങ്ങ ഇയാൾ ഈ പറയണത്? ഡൊണാൾഡ് ട്രംപിന് പോലും ഇല്ലല്ലോ 5000 രൂപയുടെ നിക്കറ്. അതെ, നമ്മുടെ അയിലെന്നാളുകാരൻ ഏലിയാസില്ലേ, അതും കുളത്തിൽ പോയിട്ടാ. സത്യം പറ, നിങ്ങളാണ് ഏലിയാസിനെ കുളത്തിലേക്ക് തള്ളിട്ടെ? ഇല്ല, ഞാൻ തള്ളിയിട്ടല്ല. ഞാനിങ്ങനെ കൈ പൊക്കിയപ്പോ കൊണ്ടതാണ്. പോയി സാധനം പോയി.